പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് വ്യാപകമായി ജില്ലാ കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ചിൽ നമുക്കറിയാം, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരാണ്. പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നം. ഇപ്പോൾ ഈ നിൽക്കുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ ഏതാണ് വ്യാജൻ ഏതാണ് ഒറിജിനൽ എന്നറിയണമെങ്കിൽ ഇന്നലെ ക്ലാസ്സിലെ അധ്യാപകനോട് ചോദിച്ചത്രേ, സാറേ നിങ്ങൾ വ്യാജനാണോ നിങ്ങൾ ഒറിജിനലാണോ എന്ന്. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ നിയമന സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് വളരെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമാറ് വിധത്തിലുള്ള സമീപനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഓഫീസിൽ കയറി ചെന്നുകൊണ്ട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അവിടങ്ങളിലൊക്കെ ഈ വരുന്ന ആവശ്യക്കാരൻ പറയുന്നത് കേൾക്കേണ്ട, അവരുടെ മുന്നിൽ വഷളാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. നിങ്ങളിലെ വ്യാജന്മാർ എങ്ങനെയാണ് പുറംവാതിലിലൂടെ കടന്നു വന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഈ രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഞങ്ങളോടൊപ്പം നിൽക്കണം. കാരണം ഒറിജിനലിനെയും വ്യാജത്തെയും കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമാണിത്. നമുക്കറിയാം, ഇവിടെയുള്ള ഒരുപാട് തൊഴിൽ രഹിതരായ യുവാക്കളുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ പരാമർശിച്ച കാര്യമാണ്. ഉറക്കൊഴിച്ച് അതുപോലെ ഒരുപാട് പ്രയാസപ്പെട്ട് ത്യാഗോജ്വലമായ ശ്രമത്തിലൂടെയാണ് അവർ പരീക്ഷ എഴുതിയത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ച ഒരുപാട് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ മുഴുവനും നോക്കി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോടുകൂടി, രാജ്യം ഭരിക്കുന്ന ഇരു മുന്നണികളുടെയും മുന്നണി രാഷ്ട്രീയക്കാരുടെയും സഹായ സഹകരണത്തോടുകൂടി ഈ രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാരിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഈ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു. ഇത് രാജ്യദ്രോഹികൾ കയറിക്കൂടുന്നു നമ്മുടെ രാജ്യത്ത്. അവരാണ് നമ്മുടെ രാജ്യത്തിലെ നിയമനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അട്ടിമറിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, അത് നടത്തിയിട്ടുള്ള മുഴുവൻ കഥകളും പുറത്തു കൊണ്ടുവന്ന് അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടത് നിഷ്പക്ഷമായ അന്വേഷണമാണ്. നിലവിലെ പിണറായി വിജയന്റെ പാർട്ടി ഭരിക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേലാളന്മാരെ വെച്ചോ അന്വേഷിച്ചത് കൊണ്ട് അതിന്റെ പൂർണ്ണതയിലുള്ള അന്വേഷണം സാധ്യമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊക്കെ പഴുതടച്ചുകൊണ്ട് കൊമ്പൻ സ്രാവുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുമാറ് വിധത്തിലുള്ള ഒരു അന്വേഷണം മാത്രമാണ് ഈ ഒരു അർത്ഥത്തിൽ ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് CBI കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന് കുറ്റക്കാർക്കെതിരെ രാജ്യദ്രോഹപരമായ പ്രവർത്തനത്തിന് കേസെടുത്തുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനം വളരെ സുതാര്യമായി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. മറ്റ് ഏത് കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുക? അന്വേഷണമില്ല, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെ എന്തെങ്കിലും പദപ്രയോഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ എത്ര കാലം മുന്നോട്ട് പോകും? നമ്മുടെ രാജ്യം വീണ്ടും വീണ്ടും വഷളാക്കുകയും സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന നമ്മുടെ പവിത്രമായ കേരള മണ്ണ് കള്ളന്മാരുടെയും മാഫിയകളുടെയും സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഇരു മുന്നണികളുടെയും ഭരണത്തിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടി ഒരിക്കലും ഈ ഇത്തരം സമരങ്ങൾ ഏറ്റെടുക്കില്ല. അവർക്ക് ഇതിന് താല്പര്യമില്ല. ഇതെങ്ങാനും ഒരു CBI അന്വേഷണം നടന്നാൽ പ്രതിസ്ഥാനത്ത് വരുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ മുന്നണി നേതാക്കന്മാരും വരും. ഉമ്മൻചാണ്ടി KSUവിനെ കൊണ്ട് ചെറിയ ഒരു സമരം നടത്തിക്കും. യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് ഈ സമരം ഏറ്റെടുപ്പിച്ച് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ അണിനിരത്തിക്കൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തിക്കാൻ UDF-ന്റെ ഘടകകക്ഷികൾക്ക് കഴിയുമോ? മുസ്ലിം യൂത്ത് ലീഗിന് സാധിക്കുമോ? DYFI-കാരന് സാധിക്കുമോ? നാട്ടിൽ മുഴുവനും ഇവിടുത്തെ തീവ്രവാദവും ഭീകരവാദവും വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്ന DYFI-കാരനോട് ഞാൻ ചോദിക്കട്ടെ, രാജ്യദ്രോഹപരമായ പ്രവർത്തനം നടത്തി ഒരുപാട് ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് പുറംവാതിലിലൂടെ നിങ്ങളുടെ ഭരണകാലത്ത് ഇതാ കുറെ ആളുകൾ കയറിക്കൂടിയിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന നികുതി പണം മുഴുവനും ഇവരെ കട്ടുമുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഒരു സമരം നടത്താൻ കഴിയുമോ? വളരെ നിഷ്പക്ഷമായി നാട്ടിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഇടതും വലതും മുന്നണികളും ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം അവരിയ്ക്കുമ്പോൾ അത് പുറംവാതിലിലൂടെ ഇത്തരം നിയമനങ്ങൾ നടത്തി
പണം ചാക്കുകൾ അവർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ചാക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് പണം കൊണ്ട്. ഇത് അവസാനിപ്പിക്കണം. അതിനാണ് നേറിന്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരക്കാരുടെ കൈക്ക് പിടിക്കാൻ, ഇത്തരക്കാരുടെ കൈ പിടിച്ചു കെട്ടാൻ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വളർന്നു വരികയാണ്. അതിനെ ആരും അംഗീകരിക്കില്ല. ഇടതും വലതും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങൾ ആണത്തത്തോടെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലെ കേവല വിജയപരാജയങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളെ ഒതുക്കാമെന്ന് കരുതണ്ട. ഈ കാണുന്ന വാരിക്കെട്ടുകളുണ്ടല്ലോ, നിങ്ങളുടെ തുരുമ്പ് പിടിച്ച വാരിക്കെട്ടുകൾ, ഈ തുരുമ്പ് പിടിച്ച വാരിക്കെട്ടുകൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതായിരിക്കില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവാഹിച്ചെടുക്കുന്ന ജനവികാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ നെറുകേട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പൊതു സംവിധാനം സുതാര്യമായി നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ട സൗകര്യവും സംവിധാനവും ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് വേണ്ടത് സമര പോരാട്ടങ്ങളാണ്. ആ പോരാട്ടത്തിൽ വിജയം കാണുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ പൂർവ്വ നേതാക്കന്മാർ തുടങ്ങി വെച്ച ആ സമര പോരാട്ടം ഇന്ന് അധികാരത്തിൽ വന്നവർ നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചൂഷക ശക്തികൾക്കെതിരെയുള്ള പോരാട്ട ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരില്ലാതിരിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ SDPI നടത്തുന്ന ഈ ഒരു മാർച്ചായതുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള താലിബാൻ മോഡലിലുള്ള ഒരു മാർച്ചായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്കിടയിൽ ഒരുപക്ഷെ ചുറ്റിക്കടങ്ങുന്നുണ്ടാകാം. അത്തരക്കാരോട് പറയുന്നു, ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളെ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഊതിക്കടത്താൻ ശ്രമിച്ചാലും ന്യായവും നീതിയും നോക്കി ഇടപെടുന്ന ഒരു നേരിന്റെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ഞങ്ങളെ അത്തരം പദപ്രയോഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഊതിക്കടത്താനോ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് മാത്രമാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പ്രവർത്തകന്മാരോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ വന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന അത്തരക്കാരുണ്ടെങ്കിൽ, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മറ്റു പാർട്ടിക്കാരും ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയട്ടെ, അങ്ങനെ സംഭവിച്ചാൽ ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ ഭാര്യമാർ വിധവകളായിക്കൊള്ളട്ടെ, നിഷ്കളങ്കതയുടെ നിറകുടങ്ങളായ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ അനാഥകളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പുത്രവിയോഗത്തിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊള്ളട്ടെ. എന്നാൽ പോലും ഈ രാജ്യത്തിലെ ജനവിഭാഗത്തിന് നിഷേധിക്കപ്പെടുന്ന നീതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുന്നു. JSTPA. അടുത്തതായി സംസ്ഥാന